ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചിയാണ്. ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയാറുണ്ട്. നല്ല എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പുളിയിഞ്ചി. ചോറിൽ കൂട്ടി കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം ഒറ്റയ്ക്ക് കഴിക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പുളിയിഞ്ചി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ വേണ്ടത് ഇഞ്ചിയാണ്. അപ്പോൾ ഞാനൊരു 50 ഗ്രാം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കനം കുറഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് പുളിയാണ്. അപ്പോൾ ഞാനൊരു 50 ഗ്രാം പുളി ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കുറുകിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് ഒന്നും കൂടെ ലൂസാക്കിയിട്ട് നല്ല പുളിവെള്ളമാക്കി മാറ്റി വെക്കണം. അപ്പോൾ 50 ഗ്രാം പുളിയിലേക്ക് മൊത്തത്തിലൊരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പുളിവെള്ളമാക്കി മാറ്റി വെക്കണം. ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക്, ഒരു 1/4 ടേബിൾ സ്പൂൺ ഉലുവ ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ അതിലേക്ക് 3 ഉണക്കമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചിയും പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഇനി ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇഞ്ചി കളറൊക്കെ മാറിയിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടണം. എന്നാൽ മാത്രമേ കറക്റ്റ് ആ ഒരു ടേസ്റ്റും പിന്നെ കേട് കൂടാതെ നിൽക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറി വരട്ടെ, അതുവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 150 ഗ്രാം ശർക്കര കുറച്ച് വെള്ളത്തിൽ അലിയിച്ചിട്ടാണ് പാനിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ശർക്കരപ്പാനിക്ക് പകരമായിട്ട് ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ 2 ശർക്കര ആദ്യം ചേർത്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നിങ്ങളെടുക്കുന്ന പുളിക്കൊക്കെ അനുസരിച്ചിട്ടിരിക്കും മധുരത്തിൻ്റെതും. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുറുക്കിയെടുക്കാം. ഒരു 10-15 മിനിറ്റ് ഒന്ന് തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കായപ്പൊടി ചേർക്കുമ്പോൾ കൂടി പോവരുത്, ഒരു നുള്ള് മാത്രം മതിയാവും. ഉണ്ടായാൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകിയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി റെഡി. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക് യു.